ഹായ് എവ്രിവൺ, വെൽക്കം ടു ടോസ് അക്കാഡമി. 3 ഡയമെൻഷണൽ ഫിഗേഴ്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കാം. ഒരു സമചതുര സ്തംഭത്തിന് എത്ര വക്കുകളുണ്ട്? ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി വക്കുകൾ ഇല്ല. അപ്പൊ സമചതുര സ്തംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ പാദമുഖം, ഒരു സ്തംഭത്തിന്റെ പാദമുഖങ്ങൾ എന്തായിരിക്കണം? സമചതുരായിരിക്കണം അല്ലെ? അപ്പൊ ഈ സമചതുരത്തിന് എത്ര വശങ്ങളുണ്ട്? 4 വശങ്ങളാണ് സമചതുര സ്തംഭത്തിന്. സമചതുരത്തിന് 4 വശങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ വശങ്ങളുടെ ഇങ്ങനെ എണ്ണം അറിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പഠിച്ചു എങ്ങനെയാണ് മൂലകളുടെ എണ്ണം കണ്ടുപിടിക്കുക, വക്കുകളുടെ എണ്ണം കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അതുപോലെ മുഖങ്ങളുടെ എണ്ണം അല്ലെ. അപ്പൊ മൂലകളുടെ എണ്ണം, മൂലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വേർട്ടീസസ് ആണ്. വേർട്ടീസസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ, സപ്പോസ് ഇത് n ആണെങ്കിൽ, n വശം സമചതുരത്തിന് ഉണ്ടെങ്കിൽ ഈ വേർട്ടീസസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ 2 into n നമ്മൾ ചെയ്താൽ മതി അല്ലെ. അതുപോലെ എഡ്ജ്, വക്കുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 3 into n നമ്മൾ ചെയ്താൽ മതി. അതുപോലെ ഫേസസ്, നമ്പർ ഓഫ് ഫേസസ് കണ്ടുപിടിക്കാനായിട്ട് n+2 നമ്മൾ ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? സമചതുര സ്തംഭത്തിന് എത്ര വക്കുകളുണ്ട്? വക്കുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 3 into n അല്ലെ. അതായത് 3 into, ഇവിടുത്തെ കേസിനകത്താണെങ്കിൽ 3 into 4, 3 into 4 12. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സമചതുര കട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ക്യൂബ് ആണ് അല്ലെ. അപ്പൊ ഒരു സമചതുര കട്ടയുടെ ഒരു വശം 6.5 സെന്റിമീറ്റർ ആയാൽ അതിന്റെ വ്യാപ്തം എത്ര? ഓക്കെ, അപ്പൊ ക്യൂബിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ ഒരു വശം അല്ലെ, ഒരു വശം a is equal to 6.5 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. വ്യാപ്തം എന്ന് പറഞ്ഞാൽ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് a ക്യൂബ് ആണ് അല്ലെ. a ക്യൂബ് ഇവിടെ സെന്റിമീറ്റർ ആയതുകൊണ്ട് സെന്റിമീറ്റർ ക്യൂബ് വരും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിനകത്ത് എന്താ വരിക? 6.5ന്റെ ക്യൂബ് സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? 6.5 into 6.5 into 6.5. അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 247.625 ആണ് കിട്ടുന്നത്. അപ്പൊ 274.625 സെന്റിമീറ്റർ ക്യൂബ് ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒരു ക്യൂബിന്റെ ഒരു വശം 8 സെന്റിമീറ്റർ ആയാൽ അതിന്റെ വ്യാപ്തം. അപ്പൊ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്ത സെയിം ഫോർമുല തന്നെയാണ്. എന്താണ്? വോളിയം ഈക്വൽ ടു വ്യാപ്തം ഈക്വൽ ടു a ക്യൂബ് അല്ലെ. ഇവിടെ a എന്താ? a is equal to 8 സെന്റിമീറ്റർ ആണ്. സോ a ക്യൂബ് എന്ത് വരും? a ക്യൂബ് ഈക്വൽ ടു 8 ക്യൂബ് ആയിരിക്കും വരിക അല്ലെ. അപ്പൊ ഉത്തരം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം. ലോഹനിർമ്മിതമായ ഒരു സമചതുര കട്ടയുടെ ഒരു വശത്തിന്റെ നീളം 16 സെന്റിമീറ്റർ ആണ്. അത് ഉരുക്കി ഒരു വശം 4 സെന്റിമീറ്റർ വീതമുള്ള എത്ര സമചതുര കട്ടകൾ നിർമ്മിക്കാം? ഇതുപോലത്തെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ വലിയ സമചതുര കട്ടയിൽ നിന്ന് നമ്മൾ അത് ഉരുക്കിയിട്ട്, അതായത് ഇവിടെ എന്താ, ആ സമചതുര കട്ടയുടെ ഒരു വശത്തിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, 16 സെന്റിമീറ്റർ ആണ്. അത് ഉരുക്കിയിട്ട് 4 വശം വീതമുള്ള സമചതുര കട്ടകളാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എങ്ങനെയായിരുന്നു ആ ഒരു നമ്പർ, നമുക്ക് എത്ര സമചതുര കട്ടകൾ നിർമ്മിക്കാം എന്നാണ് അല്ലെ. അപ്പൊ ആ നമ്പർ, അതായത് ആ n ഈക്വൽ ടു നമ്മൾ എന്താ ചെയ്യേണ്ടത്? വലിയ സമചതുര കട്ടയുടെ വ്യാപ്തം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ചെറിയ സമചതുര കട്ടയുടെ വ്യാപ്തം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ വ്യാപ്തം. ഓക്കെ, അപ്പൊ വലിയ സമചതുര കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിക്കാൻ നമുക്കറിയാം a ക്യൂബ് ആണ് അല്ലെ. വ്യാപ്തം എന്ന് പറഞ്ഞാൽ വോളിയം a ക്യൂബ് ആണ്. അപ്പൊ ഇവിടുത്തെ കേസിനകത്ത് ആ നമ്പർ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? വലിയ സമചതുര കട്ടയുടെ വ്യാപ്തം ഡിവൈഡഡ് ബൈ ചെറിയ സമചതുര കട്ടയുടെ വ്യാപ്തം. വലിയ സമചതുര കട്ടയുടെ വ്യാപ്തം എന്താണ്? 16 into 16 into 16. ചെറുതിന്റെയോ? 4 into 4 into 4. വലുതിന്റെ a എന്ന് പറയുന്നത് 16ഉം ചെറുതിന്റെ a എന്ന് പറയുന്നത് 4ഉം ആണ്. ഓക്കെ, അപ്പോ ഈ 4ഉം ഇതിങ്ങനെ കട്ട് ചെയ്ത് പോവാം.
ഇവരെയും കട്ട് ചെയ്ത് കളയും. ഇവിടെ നമുക്ക് 4 വരും. 4 × 16. 4 × 16 എന്ത് വരും? 4 × 16 നമുക്ക് 64 ആയിരിക്കും വരുന്നത്. സോ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 64. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. 8 സെന്റിമീറ്റർ വശമുള്ള ഒരു ക്യൂബിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന പരമാവധി വലിപ്പമുള്ള ഗോളത്തിന്റെ വ്യാസം എന്ത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഓക്കെ, അപ്പൊ 8 സെന്റിമീറ്റർ വശമുള്ള ഒരു ക്യൂബ്, ആ ക്യൂബിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന പരമാവധി വലിപ്പമുള്ള ഗോളത്തിന്റെ വ്യാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെയാ? ഒരു ക്യൂബിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഒരു ഗോളത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ പഠിച്ചിരുന്നു, നമ്മൾ പറഞ്ഞിരുന്നല്ലേ, ക്യൂബിന്റെ വശത്തിനോട് തുല്യമായിരിക്കും അല്ലെ. വ്യാസം എന്തിനോട് ഈക്വൽ ആയിരിക്കും? വ്യാസം എന്ന് പറയുന്നത്, ഗോളത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് ക്യൂബിന്റെ വശത്തിനോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ക്യൂബിന്റെ വശം എന്താണ്? 8 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ ആ ഗോളത്തിന്റെ വ്യാസം എന്തായിരിക്കും? വ്യാസവും എന്ത് തന്നെയായിരിക്കും? 8 സെന്റിമീറ്റർ ആയിരിക്കും. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി വക്കുകളുടെ എല്ലാം നീളം 6 സെന്റിമീറ്റർ ആയ ചതുരക്കട്ടയിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ വ്യാപ്തം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 6 സെന്റിമീറ്റർ ആയിട്ടുള്ള സമചതുര കട്ടയാണ്, അതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഗോളത്തിന്റെ വ്യാപ്തം. നേരത്തെ നമുക്ക് ആ ഗോളത്തിന്റെ വ്യാസമായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെയും എന്തായിരിക്കും? വ്യാസം എന്തായിരിക്കും? വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ. ഡയമീറ്റർ എന്തായിരിക്കും? ഡയമീറ്റർ എന്ന് പറയുന്നത് ആ സമചതുര കട്ടയുടെ വശത്തിന്റെ നീളം തന്നെയാണ്. അതായത് 6 സെന്റിമീറ്റർ ആണ് സമചതുര കട്ടയുടെ എന്താ വശം എന്ന് പറയുന്നത്. അപ്പൊ വ്യാസം ഇതാണെങ്കിൽ ആരം എന്താവും? ആരം ഈക്വൽ ടു 6/2 പകുതി ആയിരിക്കും, അതായത് 3 ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഗോളത്തിന്റെ വ്യാപ്തം, ഗോളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. 4/3 പൈ r ക്യൂബ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? 4/3 × പൈ × 3 × 3 × 3 അല്ലെ. ഈ ഒരു 3യും കട്ട് ചെയ്ത് പോയി, ബാക്കി ഇവിടെ 9, 4, അതായത് 36 പൈ ആയിരിക്കും ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 10 സെന്റിമീറ്റർ വശം ഉള്ള കട്ടിയായ ഒരു ക്യൂബിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ ആരം എത്ര? അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? 10 സെന്റിമീറ്റർ വശമുള്ള ഒരു ക്യൂബിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ ആരം. ആരം എന്താണ്? നേരത്തെ നമ്മൾ വ്യാസം കണ്ടുപിടിക്കാൻ പഠിച്ചു, പിന്നെ വോളിയം കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി ഇവിടുത്തെ കേസിനകത്ത് എന്താണ്? ആരാണ് ചോദിച്ചിട്ടുള്ളത്. വ്യാസം 10 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. ഇപ്പൊ ഒരു 10 സെന്റിമീറ്റർ വശമുള്ള ക്യൂബിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആയിരിക്കും. വ്യാസത്തിന്റെ പകുതിയാണ് ആരം. 10ന്റെ പകുതി എത്രയാണ്? 5 അല്ലെ. അപ്പൊ ഗോളത്തിന്റെ ആരം എന്താ വരിക? ഗോളത്തിന്റെ ആരം എന്ന് പറയുന്നത് 5 ആയിരിക്കും വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യൂബ് ആകൃതിയിലുള്ള ഒരു ടാങ്കിൽ 50 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ വശത്തിന്റെ നീളം ഇരട്ടിയുള്ള ക്യൂബ് ആകൃതിയിലുള്ള മറ്റൊരു ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഓക്കെ, അപ്പൊ അതായത് ഇവിടെ നമുക്ക് 50 ലിറ്റർ വെള്ളം കൊള്ളൂ എന്നാ പറഞ്ഞിരിക്കുന്നത് ക്യൂബ് ആകൃതിയിലുള്ള ഒരു ടാങ്കിൽ അല്ലെ. 50 ലിറ്റർ വെള്ളം കൊള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ആ ക്യൂബിന്റെ അതായത് ഇപ്പൊ സപ്പോസ് ആ ക്യൂബിന്റെ ഒരു സൈഡ് എ ആണെങ്കിൽ, ഒരു സൈഡ് ആണെങ്കിൽ അതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ നമുക്കറിയാം. വോളിയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? വോളിയം വ്യാപ്തം ഈക്വൽ ടു എ ക്യൂബ് ആണ് അല്ലെ. ഈ എ ക്യൂബ് ആണ് നമുക്ക് എത്ര തന്നിട്ടുള്ളത്? 50 ലിറ്റർ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വശത്തിന്റെ നീളം ഇരട്ടിക്കുക. വശത്തിന്റെ നീളം ഇരട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ന്യൂ ക്യൂബിന്റെ വശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഇരട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 × a ആണ്, 2a ആണ്. അപ്പൊ അതിന്റെ വോളിയത്തിന് V1 ഞാൻ നൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ 2a ക്യൂബ് ആണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. അതായത് 2 ക്യൂബ് × a ക്യൂബ്. ഇതുപോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ 2 ക്യൂബ് × എന്താ വരിക? 50 എന്ന് വരും. a ക്യൂബ് എന്താണ്? a ക്യൂബ് 50 ആണെന്ന് നമുക്കറിയാം അല്ലെ. 2 ക്യൂബ് × 50, അതായത് 8 × 50. 8 × 50 എത്രയാണ്? 400 ആണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കിട്ടി എത്ര ലിറ്റർ വെള്ളം കൊള്ളും, അതായത് ഇരട്ടിയുള്ള ഒരു വശത്തിന്റെ നീളം ഇരട്ടിയുള്ള ക്യൂബിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ചോദ്യം, 4 സെന്റിമീറ്റർ ആരമുള്ള കട്ടിയായ ഗോളം ഉരുക്കി 2 സെന്റിമീറ്റർ ആരമുള്ള ചെറുഗോളങ്ങളാക്കി മാറ്റാൻ മാറ്റിയാൽ എത്ര ഗോളങ്ങൾ കിട്ടും എന്നാണ് നമ്മുടെ ചോദ്യം അല്ലെ. അപ്പൊ നേരത്തെ ചെയ്തതുപോലെ തന്നെ n ഈക്വൽ ടു വലിയ ഗോളത്തിന്റെ വ്യാപ്തം. വലിയ ഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് V1 ആയിട്ട് എടുക്കുക. ചെറിയ ഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് V2 ആയിട്ട് എടുക്കുക. അപ്പോ
ആദ്യത്തെ ഗോളത്തിന്റെ ആരം എന്താണ് 4 ആണ് അല്ലെ. അപ്പൊ അതിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബ്, അതായത് 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഹോൾ ഡിവൈഡഡ് ബൈ ചെറിയ ഗോളത്തിന്റെ വ്യാപ്തം, അതായത് 4/3 ഇൻറ്റു പൈ ഇൻറ്റു ചെറിയ ഗോളത്തിന്റെ ആരം എന്താണ് 2 ആണ്. അപ്പൊ 2 ഇൻറ്റു 2 ഇൻറ്റു 2 അല്ലെ. അപ്പൊ നമുക്ക് ഇത് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ഈ 2 പേരെ ക്യാൻസൽ ചെയ്ത് കളയാം. ഈ 2ഉം ഇതും കൂടി കട്ട് ചെയ്ത് നമുക്ക് 2 കിട്ടും. 2 ഇൻറ്റു 2 ഇൻറ്റു 4 അല്ലെ. 2 ഇൻറ്റു 4 8 ആണ് കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. മൂടിയുള്ള 17 ഇൻറ്റു 8 ഇൻറ്റു 5 വശമുള്ള ഒരു സമചതുര പെട്ടിയിൽ വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ വ്യാസം. അപ്പൊ നമുക്ക് ഒരു സമചതുര പെട്ടിയാണ് പറഞ്ഞിട്ടുള്ളത്, അല്ല സോറി ചതുര പെട്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചതുരപ്പെട്ടിയുടെ നീളം 7, അതുപോലെ തന്നെ വീതി, അതിനൊരു വീതി ഉണ്ടായിരിക്കുമല്ലോ, വീതി 8, പിന്നെ അതിന്റെ ഹൈറ്റ് കൃത്യമായിട്ട് വരയ്ക്കണം. ഞാൻ വരച്ച കറക്റ്റ് ആയിട്ടില്ല. സപ്പോസ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പെട്ടിയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഇരിക്കുന്ന പെട്ടി, ആ പെട്ടിയുടെ നീളം 17, അതുപോലെ തന്നെ ഇവിടേക്കുള്ള വീതി 8, ഈ ഹൈറ്റ് 5. അതിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ വ്യാസം. അപ്പൊ അത് മൂടിയുണ്ട്, അതായത് അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു പെട്ടിയാണ്. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, ഇപ്പൊ 17 സെന്റിമീറ്റർ ആരം അല്ലെങ്കിൽ വ്യാസമുള്ള ഒരു ഗോളവും നമുക്ക് അച്ചിട്ട് അടയ്ക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്, ഇവിടുത്തെ ലെങ്ത്തും, അതായത് ഇവിടുത്തെ ലെങ്ത് അല്ല, ഇവിടുത്തെ ഹൈറ്റും അതുപോലെ തന്നെ ബ്രെഡ്ത്തും അതെന്താ ഈ 17നേക്കാളും ചെറുതാണ്. ഇനി 8 വെക്കാൻ പറ്റുമോ? 8ഉം വെക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഈ ഒരു മെഷർ 5 എന്ന് പറയുന്നത് അതിനേക്കാളും ചെറുതാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ ഉള്ളിലിട്ട് വെച്ച് അടച്ചു വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് 5 ആയിരിക്കും. അതായത് ഒരു ചതുരപ്പെട്ടിയിൽ വെക്കാവുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ വ്യാസം ആ ഒരു ചതുരപ്പെട്ടിയുടെ തന്നിരിക്കുന്ന അളവുകളിലെ ഏറ്റവും ചെറിയ അളവിന് തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ 5 ആയിരിക്കും ഉത്തരം വരുന്നത് കേട്ടോ. അടുത്തൊരു ചോദ്യം. ഒരു ചതുരപ്പെട്ടിയുടെ ഒരു മൂലയിൽ സംഗമിക്കുന്ന അടുത്തടുത്ത 3 മുഖങ്ങളുടെ വിസ്തീർണം ഗുണിച്ചാൽ എന്ത് കിട്ടും? നല്ലൊരു ചോദ്യമാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു ചതുരപ്പെട്ടി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ചതുരപ്പെട്ടി. ഈ ചതുരപ്പെട്ടിയുടെ ഈ ഒരു കോർണർ നമുക്ക് എടുക്കാം. ഓക്കെ, ഈ ഒരു കോർണർ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഫേസ് ഉണ്ട്, പിന്നെ ഈ ബാക്കിലത്തെ ഒരു ഫേസ് ഉണ്ട്, ഈ ഫ്രണ്ടിലത്തെ ഈ 3 ഫേസ്. ഓക്കെ, അപ്പൊ ഇത് ലെങ്ത്, ഇത് ബ്രെഡ്ത്ത്, ഇത് ഹൈറ്റ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ താഴെ കാണുന്ന, അതായത് ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്ത ഈ ഒരു പോർഷന്റെ വോളി അല്ല വിസ്തീർണം അല്ലെ, തൊട്ടടുത്ത 3 മുഖങ്ങളുടെ വിസ്തീർണം ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടുന്ന. അപ്പൊ ഈ ഒരു ഫേസിന്റെ വോളി അല്ല വിസ്തീർണം, ഏരിയ എന്ന് പറയുന്നത് എന്താണ്, L ഇൻറ്റു B ആണ് അല്ലെ. ഇനി ഞാൻ ഈ കിടക്കുന്ന ഈ ഒരു ഫേസ് ഞാൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഈ സൈഡ് എന്ന് പറയുന്നത് B ആണ്, ഇതെന്താ H ആണ്. സോ ആ സെക്കൻഡ് ഫേസിന്റെ എന്താണ് വോളി അല്ല വിസ്തീർണം എന്ന് പറയുന്നത് എന്ത് വരും, B ഇൻറ്റു H ആയിട്ട് വരും അല്ലെ. ഇനി നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ പോർഷന്റെ വിസ്തീർണം എന്ന് പറയുമ്പോൾ ലെങ്ത്തും ഈ ഹൈറ്റും, അതായത് L ഇൻറ്റു H. ഓക്കെ, അതായത് L² ഇൻറ്റു H² ഇൻറ്റു B² അല്ലെ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, L ഇൻറ്റു B ഇൻറ്റു Hന്റെ സ്ക്വയർ. L ഇൻറ്റു B ഇൻറ്റു H എന്ന് പറയുന്നത് എന്താണ്, ചതുരക്കട്ടയുടെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം ആണ്. ആ വോളിയത്തിന്റെ സ്ക്വയർ ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, 3 അങ്ങനെ ഒരു മൂലയിൽ സംഗമിക്കുന്ന തൊട്ടടുത്ത 3 മുഖങ്ങളുടെ വിസ്തീർണം ഗുണിച്ചാൽ എന്ത് കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയ, വോളിയത്തിന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഓപ്ഷൻസ് നോക്കിക്കേ, പെട്ടിയുടെ വ്യാപ്തമല്ല, പെട്ടിയുടെ വ്യാപ്തത്തിന്റെ സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയത്. പെട്ടിയുടെ വ്യാപ്തത്തിന്റെ 2 മടങ്ങല്ല, 2 മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു V ആണ് അല്ലെ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, പെട്ടിയുടെ വ്യാപ്തത്തിന്റെ വർഗം അല്ലെ, ഇത് ശരിയാണ്. പെട്ടിയുടെ വ്യാപ്തത്തിന്റെ 3 മടങ്ങ്, അത് തെറ്റാണ്. സോ ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ,
അടുത്ത ചോദ്യം, സമചതുരാകൃതിയിലുള്ള ഒരു പെട്ടിക്ക് എത്ര മൂലകൾ ഉണ്ടായിരിക്കും? സമചതുരാകൃതിയിലുള്ള ഒരു മൂലയ്ക്ക് സമചതുരാകൃതിയിലുള്ള ഒരു പെട്ടിക്ക് എത്ര മൂലകൾ ഉണ്ടായിരിക്കും? മൂലകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ? അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 8 മൂലകളായിരിക്കും സമചതുരാകൃതിയിലുള്ള പെട്ടിക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്യൂബിന്റെ വ്യാപ്തം എത്രയാണ്? 216 സെന്റിമീറ്റർ ക്യൂബ് ആയാൽ ആ ക്യൂബിന്റെ ഒരു വശത്തിന്റെ നീളം, ഓക്കെ, ഒരു വശത്തിന്റെ നീളമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എ ക്യൂബ് ആണ് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അപ്പൊ ഈ എ ക്യൂബ് ആണ് 216 ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനെ ഈ 216 നമുക്ക് എങ്ങനെ എഴുതാം? 6 × 6 × 6 ആണ് 216 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 6 ക്യൂബ് ആണ് എ ക്യൂബ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് എ എന്ത് വരും? എ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 6 ക്യൂബ്. ഓക്കെ, അപ്പൊ അതെന്താ തന്നെയാ? 6 ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 8.5 സെന്റിമീറ്റർ നീളം, 7.5 സെന്റിമീറ്റർ വീതി, 6 സെന്റിമീറ്റർ കനവുമുള്ള ഒരു മരക്കഷ്ണത്തിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ സമചതുര കട്ടയുടെ വ്യാപ്തമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു മരക്കഷ്ണത്തിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ സമചതുര കട്ടയുടെ വ്യാപ്തം. അപ്പൊ നമുക്കറിയാം ചതുരക്കട്ടയുടെ മരക്കഷ്ണം അല്ലേ, ചതുരക്കട്ടയുടെ. അപ്പൊ ആക്ച്വലി ഇതെന്താണ്? ഒരു ചതുരക്കട്ടയാണ് അല്ലെ? അപ്പൊ ചതുരക്കട്ടയുടെ വ്യാപ്തം എന്താണ്? വ്യാപ്തം ഈക്വൽ ടു നമുക്കറിയാം L × D × H ആണ് അല്ലെ? ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അവരുടെ നീളം തന്നിട്ടുണ്ട്. നീളം നമുക്ക് 8.5 തന്നേക്കുന്നു. വീതി നമുക്ക് എത്ര തന്നേക്കുന്നത്? വീതി ഈക്വൽ ടു 7.5. അതുപോലെ തന്നെ തിക്നെസ് അല്ലെ, അതിനെ നമുക്ക് 6 ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇതിന്റെ ആവശ്യമില്ല കേട്ടാ. നമുക്കിവിടെ ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല. സിമ്പിൾ ആയിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ഒരു ചതുരക്കട്ടയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ ക്യൂബല്ല, ഒരു ഗോളത്തിന്റെ വ്യാസമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? ആ സെയിം ഒരു കൺസെപ്റ്റ്, അങ്ങനെ ആ ഒരു കൺസെപ്റ്റിൽ ചിന്തിച്ചാൽ നോക്കിയാൽ മതി. ഇപ്പൊ തന്നിരിക്കുന്ന 3 വശങ്ങളില് ഏറ്റവും ചെറിയ വശം ചെത്തിയെടുക്കുന്ന ക്യൂബിന്റെ ഒരു വശത്തിന് തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിനകത്ത് ഏറ്റവും ചെറിയ വശം എന്ന് പറയുന്നത് എന്താണ്? 6 ആണ് അല്ലെ? 6 ആണ്. അപ്പൊ സമചതുരക്കട്ടയുടെ ഒരു വശം എത്രയായിട്ട് നമ്മൾ എടുത്താൽ മതി? സമചതുരക്കട്ടയുടെ ഒരു വശം 6 ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ ഏറ്റവും തന്നിരിക്കുന്ന 3 വശങ്ങളിലെ ഏറ്റവും ചെറിയ വശം ചെത്തിയെടുക്കാവുന്ന ക്യൂബിന്റെ ഒരു വശത്തിന് തുല്യം സമചതുരക്കട്ട ഒരു വശത്തിന് തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ സമചതുരക്കട്ടയുടെ ഒരു വശം എന്തായിരിക്കും വരിക? ഒരു വശം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ 6 സെന്റിമീറ്റർ വരുമ്പോ A = 6 വരുമ്പോ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് A ക്യൂബ്, അതായത് 6 ക്യൂബ് ആയിരിക്കും വരുന്നത്. അതായത് 216 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു ചതുരക്കട്ടയുടെ നീളം, വീതി, ഉയരം ഇവ തമ്മിലുള്ള അംശം 4:2:5. വ്യാപ്തം 2560 ഘനമീറ്റർ ആയാൽ ഉയരം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചതുരക്കട്ടയുടെ വ്യാപ്തം എന്താണെന്നറിയാം? L × B × H ആണെന്നറിയാം. ഇനി ഇവര് തമ്മിലുള്ള അംശബന്ധം L:B:H എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 4:2:5. അപ്പൊ ഞാനൊരു കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അതായത് ഇവിടുത്തെ ലെങ്ത് എന്താവും? 4x ആയിരിക്കും. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2x ആയിരിക്കും. ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 5x ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ 3 എണ്ണത്തിന്റെയും ഗുണിച്ചാൽ കിട്ടുന്ന എന്താണ്? വ്യാപ്തമാണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. L × B × H എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 2560 ആണ് തന്നിട്ടുണ്ട്. അതായത് 4x × 2x × അതുപോലെ തന്നെ 5x = എത്രയാണ്? 2560 ആണ്. അപ്പൊ 8 ×
5 8 ഇൻറ്റു 5 40 40 എക്സ് ഇസ് ഈക്വൽ ടു 2560 ആയിരിക്കും അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും 2560 ഡിവൈഡഡ് ബൈ 40. ഇതും കട്ട് ചെയ്ത് പോയി 4 വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാണ്. 4 വെച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 6 4 24 പിന്നെ 16 64. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 64 കിട്ടി. ഇനി എക്സ് അല്ല എക്സ് ക്യൂബ്, ഇവിടെ ക്യൂബ് ഉണ്ട് കേട്ടോ. എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 64 കിട്ടി. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ക്യൂബ് റൂട്ട് ഓഫ് 64. ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അതായത് 64 എന്ന് പറയുന്നത് 4 ഇൻറ്റു 4 ഇൻറ്റു 4 ആണ്. അപ്പൊ ക്യൂബ് റൂട്ടിൽ നിന്ന് എന്ത് വരും? 4 വരും. അപ്പൊ നമുക്ക് ചതുരക്കട്ടയുടെ ഉയരം എന്ന് പറയുന്നത് എന്താണ്? 5x ആണ്. അതായത് h is equal to 5 into 4 that is 20 ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 52 മീറ്റർ 26 മീറ്റർ 13 മീറ്റർ എന്നീ അളവുകളുള്ള ഒരു ചതുരക്കട്ട ഉരുക്കി ഒരു സമചതുരക്കട്ട ഉണ്ടാക്കിയാൽ ആ സമചതുരക്കട്ടയുടെ ഒരു വശത്തിന്റെ നീളം എന്തായിരിക്കും? ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ചതുരക്കട്ട ഉരുക്കിയിട്ട് സമചതുരക്കട്ട ഉണ്ടാക്കാണ്. ഓക്കെ, അപ്പൊ ചതുരക്കട്ടയുടെ വ്യാപ്തവും സമചതുരക്കട്ടയുടെ വ്യാപ്തവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് എ ക്യൂബ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ചതുരക്കട്ടയുടെ മെഷർമെന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. 52 ഇൻറ്റു 26 ഇൻറ്റു 13 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്യൂബ് റൂട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അല്ലെ. എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 52 ഇൻറ്റു 26 ഇൻറ്റു 13. ഓക്കെ, അപ്പൊ ഈ 52നെ നമുക്ക് എങ്ങനെ എഴുതാം? 52നെ 26 ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലെ. അങ്ങനെ എഴുതാം. അപ്പൊ 26 ഇൻറ്റു 2 ഇൻറ്റു 26 ഇൻറ്റു 13. ഈ 13 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 26 അല്ലേ കിട്ടും. അപ്പൊ 26 ഇൻറ്റു 26 ഇൻറ്റു 26 ആണ്. അപ്പൊ ഇതിന്റെ ഒക്കെ ക്യൂബ് റൂട്ട് എന്താണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 26. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പെട്ടിയുടെ നീളം 3 മടങ്ങും വീതി 2 മടങ്ങും ഉയരം 4 മടങ്ങും വർദ്ധിച്ചാൽ അതിന്റെ വ്യാപ്തം ആദ്യത്തേതിന്റെ എത്ര മടങ്ങാകും? അപ്പൊ നമുക്കറിയാം പെട്ടിയുടെ വ്യാപ്തം കണ്ടുപിടിക്കാനായിട്ട്, അതായത് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ LBH ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ പുതിയ പെട്ടിയുടെ വ്യാപ്തത്തിന് ഞാൻ V1 ആയിട്ട് എടുത്തു. അപ്പൊ അതിന് നീളം 3 മടങ്ങ് വർദ്ധിപ്പിച്ചു, അതായത് 3L ആവും. വീതി 2 മടങ്ങ്, അതായത് 3B ആവും. ഇനി ഉയരം 4 മടങ്ങ് വർദ്ധിച്ചു, അപ്പൊ 4H ആവും അല്ലെ. അപ്പൊ 6 ഇൻറ്റു 4 24 LBH ആവും. അതായത് ഈ വോളിയത്തിന്റെ എത്ര മടങ്ങാണ് ഇവിടെ വന്നിട്ടുള്ളത്? 24. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്.